ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. തൻ്റെ പേർ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ആ ദേശത്തിൽ തൻ്റെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ആ ദേശത്തിൽ ഒരു എക്സാം പാസ്സാകേണ്ടതിനായിട്ട്, സെയിം OET പോലുള്ള ഒരു എക്സാം പാസ്സാകേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ഫാമിലിയെ കൊണ്ടുവരേണ്ടതിനായിട്ട്, തൻ്റെ ഹസ്ബൻഡിനെ തലമുറയെ കൊണ്ടുവരേണ്ടതിനായിട്ട്, അവിടെ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കൊടുക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നാട്ടിൽ നിന്ന് തൻ്റെ നഴ്സിംഗിൻ്റെ രജിസ്ട്രേഷൻ്റെ പേപ്പർ വേഗത്തിൽ മടങ്ങി വരികയും, അതേപോലെ തന്നെ ആ ദേശത്തിലെ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകാനായിട്ടുള്ള വഴിയൊക്കെ തുറക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളൊന്ന് അടയ്ക്കാം. പ്രിയ സിസ്റ്ററിന് വേണ്ടി ഒരു അത്ഭുതത്തിൻ്റെ വാതിൽ, ഞാൻ വിശ്വസിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി നിന്ന, ഹല്ലേലൂയ, സത്യവചനത്തിന് വേണ്ടി നിന്ന ഈ സഹോദരിക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ എൻ്റെ ദൈവം ആർക്ക് കടക്കാനല്ലാത്തത് കൊണ്ട് അവൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരം ഇപ്പോൾ ഈ മകൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഈ മകളെ ആ ദേശത്തിൽ ദൈവമാണ് കൊണ്ടുപോയത്. അത്ഭുതകരമായൊരു ദൈവപ്രവർത്തിക്കായി അനുകൂലതകൾ വെളിപ്പെടുന്നതായി കണ്ണുകൾ നടക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായൊരു വിടുതൽ, അത്ഭുതകരമായൊരു ഉയർച്ച ഇപ്പോൾ അങ്ങയുടെ മകളുടെ മേലിൽ സംഭവിക്കട്ടെ. അപ്പ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ കരം ഇപ്പോൾ ആ എക്സാമിന് വേണ്ടിയുള്ള വഴികൾ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം. നാട്ടിൽ നിന്ന് വേഗത്തിൽ ആ സർട്ടിഫിക്കറ്റ് പുതുക്കി, ആ രജിസ്ട്രേഷൻ പുതുക്കിയിട്ട് വേഗത്തിൽ കിട്ടേണ്ടതിനായിട്ടും, ആ ദേശത്തിലെ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകേണ്ടതിനായിട്ടും വേഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായൊരു വിടുതൽ ഈ മകളുടെ മേലിൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുടുംബമായി താമസിക്കാനുള്ള അത്ഭുത വഴി, അതിനനുയോജ്യമായൊരു ഭവനം, അതിനുവേണ്ടിയുള്ള വഴികൾ ഇപ്പോൾ തുറന്നു കഴിഞ്ഞതിനായി നന്ദി. കർത്താവേ, ഞാൻ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ സഹോദരിയോട് ദൂത് പറയുന്നു. ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പഴക്കത്തെ മാറ്റാൻ ഞങ്ങളുടെ പുതുക്കം വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ വേദനകളെ, വിഷമങ്ങളെ മറയ്ക്കുന്ന അങ്ങയുടെ നിറവ് ഈ മകളുടെ മേലിൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നുകൊണ്ടാണ് പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ സഹായിച്ചത്. ആ നിലയിൽ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു എഴുന്നേൽപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് എവിടെയാണോ ശത്രു അവസാനിച്ചെന്ന് പറയുന്നത്, ഇനി മുമ്പോട്ട് മാർഗമില്ലെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ഒന്നുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് എന്ന് പറഞ്ഞാൽ വഴി തുറക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതൊന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് എവിടെ നിന്നാണോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെ അതേപോലെ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ഇതാ 147 സങ്കീർത്തനം 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ഇത് വേഗത്തിൽ ചലിക്കുന്നതാണ്. ഒന്നുകൂടെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. പത്രോസിൻ്റെ ഒഴിഞ്ഞ പടകിനെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, വലതു ഭാഗത്തേക്ക് വലയിറക്കുക. ആ മാത്രയിൽ തന്നെ പെരുത്ത മീൻകൂട്ടമാണ് ആ വലയ്ക്കകത്ത് കയറുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുകയും അതിവേഗം ഓടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, എൻ്റെ അറിവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് പ്രകാശരശ്മിയാണെന്നാണ് എൻ്റെ അറിവ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ഒന്നാണ് ഇതാ ദൈവത്തിൻ്റെ വചനം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഒരു ഇരുട്ട് പിടിച്ച റൂമിൽ ഒരു ട്യൂബ് ലൈറ്റ് ഓണാക്കിയാൽ അപ്പോൾ തന്നെ ഇരുട്ട് അപ്രത്യക്ഷമാകുകയാണ് സെക്കൻഡുകൾക്കുള്ളിൽ. ഇതേപോലെ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദൈവത്തിൻ്റെ വചനം എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ തകർന്ന അനുഭവത്തിലായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഒരു വഴിയുമില്ല, മുമ്പോട്ടൊരു മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുരുട്ട് കണ്ണുകളെ തുറന്ന കർത്താവ് മുടന്തനെ സൗഖ്യമാക്കി
സൗഖ്യമാക്കിയ കർത്താവ്, അത്ഭുത വഴികളെ തുറന്ന കർത്താവ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, അമ്മയുടെ ഉദരം മുതൽ 40-ലധികം വർഷമായി ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് ലോകം പറഞ്ഞവനെ പത്രോസ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന നിലയിൽ ഇപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിൻ്റെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയണം. കാരണം യേശു കർത്താവ് മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ വിശ്വാസമുള്ളവരായി ഹൃദയത്തിൽ ഒട്ടും സംശയിക്കാതെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയോട് മാറി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങി കടലിൽ പോയി പതിക്കുമെന്നുള്ളത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർ പ്രശ്നത്തിനകത്തോ പ്രതികൂലത്തിനകത്തോ വലിയ മല പോലുള്ള വിഷയത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അടച്ച കല്ലിനെ ഉരുട്ടി നീക്കിക്കൊണ്ട് അതിൻ്റെ മുകളിലിരുന്ന ദൂതൻ ഇന്ന് നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ആ പർവ്വതത്തോട്, ആ പ്രശ്നത്തോട് നിങ്ങൾ വാഗൊണ്ട് പറഞ്ഞാൽ അത് നീങ്ങി കടലിൽ പോയി നിന്റെ വഴിയായി തീരുന്നത് കാണാം. എൻ്റെ കാഴ്ചയിൽ ഞാനൊന്ന് പറയാം, ഇതാ ഒരു വലിയ പർവ്വതം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, അതിൻ്റെ പിറകിൽ വലിയ കടലാണ്. പക്ഷേ ഈ പർവ്വതം നീങ്ങി ഇതാ കടലിൽ വീഴുന്നതോടെ ആ കടലിൽ പാലം പണിയുന്നത് പോലാണ് നിനക്ക് അക്കരെ കയറാനുള്ള വഴിയായി തീരുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, നിങ്ങൾ വാ തുറക്കുക. ദൈവശബ്ദം കാരാഗ്രഹത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥനയുടെ ശക്തി ഇതാ പത്രോസിനെ ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ വിശ്വാസത്തുള്ള പ്രാർത്ഥന ചലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയൊന്നും ഭയങ്കര കാര്യങ്ങൾ ഇപ്പോൾ ആത്മമണ്ഡലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ശത്രുവിൻ്റെ പ്ലാനുകളെ ദൈവം മറച്ചു കളയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുകയാണ്. ഒന്ന് ഫ്രീ ആയിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ഹല്ലേലൂയ, നമ്മുടെ ദൈവം വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നേരിടുന്ന സകല വിഷയങ്ങളെക്കാളും എൻ്റെ ദൈവം വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയേ ഇപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാണ്. കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ രൂപാന്തരം കൊണ്ടുവരുന്ന തിരുവചനമാണ്. ഈ വചനത്തിൻ്റെ പ്രത്യേകത യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറ, ജീവനുള്ള വചനമാണിത്. ഹല്ലേലൂയ. ഈ വചനത്തിന് നിന്നെ ജീവിപ്പിക്കാൻ കഴിയും. ഈ വചനത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയും. ഈ വചനത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇതാ വചനം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വചനത്തിന്റെ ശക്തി നിന്റെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയട്ടെ. 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാണ്, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു പ്രകാശം വെളിപ്പെട്ട് വരുന്നത് പോലെ. കാരണം വചനത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്ന ഒരു വലിയ ആഴം എന്ന് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ എൻ്റെ കൂടെ നാഥരം ചലിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ ചിലത് സംഭവിക്കാൻ പോകുന്നു. നിനക്ക് വേണ്ടി നന്മയ്ക്കായ ഒരു അടയാളം തുറന്നു വരികയാണ്. നിനക്കൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പുത്തൻ വാതിലുകൾ തുറക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ മുമ്പിൽ കൈയുടെ മേഘം വെളിപ്പെട്ട് വരുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില വാതിലുകൾ തുറന്നു വരികയാണ്. പ്രാർത്ഥിക്കുന്ന ആളാണോ നിങ്ങൾ? ദൈവവചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്ന ആളാണോ? യോശുവയോട് പറഞ്ഞതുപോലെ തന്നെ ഈ വചനത്തിന്റെ മുമ്പിൽ നീ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ഈ വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ലെങ്കിൽ നീ ചെല്ലുന്നിടത്തൊക്കെയും ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിനക്ക് ശുഭത കൊണ്ടുവരാൻ ഈ വചനത്തിന് കഴിയുമെങ്കിൽ, സങ്കീർത്തനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിനകത്തൊന്ന് സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ, ആ ദൈവവചനത്തെ നമുക്കൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, കർത്താവേ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുവാനായിട്ട് ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയട്ടെ. എൻ്റെ ജീവിതത്തിനകത്ത് ശുശ്രൂഷകളുടെ ആരംഭ നാളുകളിൽ മലേഷ്യയിൽ എല്ലാ ആഴ്ചകളിലും പോകുമായിരുന്നു. ആ ആരംഭ സമയത്ത് അറിയാം, മാസത്തിൽ ഒരു പ്രാവശ്യമാണ് പോകുന്നത്. ആ നിലയിൽ ശ്രദ്ധിക്കുമ്പോൾ മലേഷ്യയിൽ സനമ്പാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സ്ഥിരം പോകുമായിരുന്നു. അവിടത്തെ ഒരു ചർച്ചിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവവചനത്തെ സ്വീകരിക്കാൻ എൻ്റെ വലത് സൈഡിൽ ഏറ്റവും ഫ്രണ്ടിൽ കന്യാകുമാരി സ്വദേശിയായ ഒരു ബ്രദറുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആമേൻ പറയും, എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് കൈകൊണ്ട് സ്വീകരിച്ച് ആ വചനത്തെ തലയിലോട്ട് വെച്ചിട്ട് പറയും, ഇതെനിക്കുള്ളതാണ്. ഹല്ലേലൂയ. ആ വചനത്തെ ഒന്നും പുറകിലോട്ട് വിടാത്ത രീതിയിൽ അത് സ്വീകരിക്കും. ഹല്ലേലൂയ. എനിക്കും ഭയങ്കര ആശ്ചര്യം തോന്നി. കാരണം ഇദ്ദേഹത്തെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം,
പറയും, ഇന്നും ഈ മീഡിയ മാർഗത്തിൽ അനേകരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അറിയാം, വിശ്വാസത്തോടെ ഈ വചനത്തെ സ്വീകരിക്കുന്ന, ഈ ദൈവശബ്ദത്തെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും എന്തോ ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഈ മനുഷ്യൻ അറിയാം, മീറ്റിംഗ് തീരുന്നു, എല്ലാവരും പ്രാർത്ഥിച്ചു പോകുന്നവരെയും നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവസാനം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് തമിഴിലാണ് പറയുന്നത്, അറിയാം പാസ്റ്റർ, എനിക്ക് വേണ്ടി നല്ല മാതിരിയെ നിങ്ങൾ ജപിക്കണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നല്ലതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ നോക്കിയിട്ട് ചോദിച്ചു, ബ്രദർ, ഞാൻ നിനക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പ്രാർത്ഥന വിഷയം പറയുകയാണ്, പാസ്റ്റർ, എൻ്റെ കടപ്രശ്നത്താൽ എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും എന്നെ വിട്ടുപോയിട്ട് എൻ്റെ വീടും വസ്തുവും ജപ്തിയായി, ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്, എല്ലാം തീർന്നതുപോലെ നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ മലേഷ്യയിൽ വന്നിരിക്കുന്നത്? ഞാൻ വിസിറ്റിങ്ങിൽ വന്നിരിക്കുകയാണ് പാസ്റ്റർ, 2 മാസം ഇവിടെ ഒന്ന് ജോലിക്ക് ട്രൈ ചെയ്യാണ്, ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഞാൻ എൻ്റെ കടബാധ്യത തീർത്ത് എൻ്റെ പൊണ്ടാട്ടിയും 2 മക്കളെയും കൂട്ടി തിരുമ്പി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബം സന്തോഷത്തിലാകാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇദ്ദേഹത്തെ ഒരു മലയാളി നോട്ടം നോക്കി. കാരണം മലയാളികളുടെ പ്രത്യേകത, എല്ലാം ശരിയാണെങ്കിൽ കൈയടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം സന്തോഷമാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് വഴിയടഞ്ഞു പോയി ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ദൈവവചനത്തെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അകത്ത് അത്രയൊരു ബലത്തോടെ വന്ന് ഞാൻ 2 കൈയും ഇദ്ദേഹത്തിൻ്റെ തലയിലോട്ട് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഞാനന്ന് വൈകിട്ട് തിരിച്ച് യാത്രയായി. എന്നാൽ ആ ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു വിടുതൽ നടന്നു, പാസ്റ്ററിനെ ഒരു പ്രാവശ്യം കൂടെ വേഗത്തിൽ കൊണ്ടുവരണമെന്ന് അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുക. ഞാൻ അവിടെ ചെല്ലുകയാണ്. ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്തായിട്ട് സഭയുടെ എല്ലാ അനുഭവങ്ങൾക്കും മാറ്റം വന്നിരിക്കുന്നു. സഭ മൊത്തത്തിലൊന്ന് റെനോവേഷൻ ചെയ്തതുപോലെ, എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് പുതിയതാക്കിയിരിക്കുന്നു. സ്റ്റേജ് പുതിയതാക്കി, അറിയാം, ബാക്ക്ഗ്രൗണ്ട് പുതിയതാക്കി. ഞാൻ ആ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ, ഈ 10 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത് ഇത്രയും പുതിയതായത്? എല്ലാം സൂപ്പറായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടെല്ലാം നോക്കും, ഈ ബ്രദറിനെ അവിടെ കാണുന്നില്ല. എൻ്റെ ദിവസങ്ങളിലുള്ള പ്രാർത്ഥന ഞാൻ ഇദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. കാരണം അതൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഉടനെ ആ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ, ഉങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അറിയാം, ഇവിടെ ഒരു പെരിയ വിടുതൽ നടന്നു. അദ്ദേഹം കൂടെ താമസിക്കുന്ന 8 പേർക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്ന ആ ദിവസങ്ങളിലെ തൻ്റെ ജോലി, അവർ കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് തൻ്റെ ഫുഡ് നടക്കുന്നത്. താൻ ആ അപ്പുറത്തെ ഷോപ്പിംഗ് സെൻറ്ററിൽ കയറി, തമിഴിലാണ് പറയുന്നത്, കായ്കറികൾ മേടിക്കാൻ, ആ വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ കയറിയപ്പോൾ ഒരു കൂപ്പൺ കിട്ടി. ആ കൂപ്പൺ ഫില്ല് ചെയ്തു, ഹല്ലേലൂയ, വിട്ടു. അടുത്ത ദിവസം അവിടുത്തെ 1ാം പ്രൈസ് തനിക്ക് ലഭിച്ചു. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറയുന്നത്, ഒരു വലിയ ആഗ്രഹത്തോടെ, ഒരു വലിയ ദാഹത്തോടെ നിങ്ങൾ ഈ വചനത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. അറിയാം, എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യുമെന്നും ദൈവത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വചനത്തെ അതേപോലെ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, സ്ഥിതി മാറും. അദ്ദേഹത്തിന് ഇന്ത്യൻ മണി അനുസരിച്ച് 60 ലക്ഷത്തിന് മുകളിൽ പൈസ കിട്ടി. അദ്ദേഹം അതിനകത്ത് കുറച്ച് പൈസ തന്ന് ഈ സഭ മുഴുവൻ ക്ലിയർ ചെയ്തു. തൻ്റെ തൻ്റെ വീടെടുത്തു. തൻ്റെ കുടുംബമായി കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പായി ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. താൻ മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്നവരെ, താൻ റിക്വസ്റ്റ് ചെയ്ത് ആ പാസ്റ്ററിനെ വിളിച്ച് വീണ്ടും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്തണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഒന്ന് വാസ്തവമായിട്ടും എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, കർത്താവേ, അങ്ങ് അത്ഭുത മന്ത്രിയാണ്, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് നാം കേട്ടു. ആ അതേ അധ്യായത്തിൽ, എന്ന് വെച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1:4 വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതിൻ്റെ 9 വാക്യം പറയണം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചു പറ, നിന്നെ ഇരുളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന, നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്വീകരിക്കാൻ തയ്യാറാകുക. ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര വിടുതൽ നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന സങ്കടങ്ങളുടെ നടുവിൽ, നിൻ്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന വിഷമത്തിൻ്റെ നടുവിൽ, ലോകമെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും വിശ്വാസത്തിൻ്റെ പറച്ചിലിൽ, വിശ്വാസത്തിൽ ചലിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, 12 വർഷമായി രക്തസ്രാവസ്ത്രീയുടെ ആഴം. ഹല്ലേലൂയ. അവൾ എല്ലാ വൈദ്യന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടവളാണ്. തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചു. എന്നിട്ടും ഒട്ടും ഭേദം വരാതെ താൻ പരവശയായി തീർന്നു. പക്ഷേ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൾ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞു. ആ ഏറ്റുപറച്ചിൽ അവളെ സൗഖ്യത്തിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. അവൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അവൾ സൗഖ്യമാകുകയാണ്. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട മാത്രയിൽ അവളുടെ ബാധ മാറി, അവൾ സ്വസ്ഥയായി മാറി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ചില
ശക്തമാകാൻ പോവുകയാണ്. ചിലവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഈ വചനത്തിനകത്ത് നിങ്ങളോട് നിന്ന് പറയട്ടെ. അറിയാം, എന്നോട് ദൈവം ഒരു പദം പറഞ്ഞു. അറിയാം, നിന്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നിന്റെ സമയത്തെ തിരിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് കണ്ണുനീരോടെ നിൽക്കുന്ന, ഇന്നെല്ലാം തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ്റെ ആ കണ്ണുനീരിനെ മാറ്റി സന്തോഷം പിടിപ്പിക്കാൻ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ എൻ്റെ വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്ന, എൻ്റെ രട്ടിനെ അടിച്ച് എന്നെ സന്തോഷം പിടിപ്പിക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എത്ര പേർ പറയാൻ തയ്യാറാകും? കർത്താവിന് അത്ഭുതത്തിൽ ചെയ്യാൻ പറ്റും പ്രിയരെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആ നിലയിൽ നമ്മൾ കുറിവാക്യം എന്ന നിലയിൽ ഒരു വാക്യത്തിലേക്ക് വരികയാണ്. സങ്കീർത്തനം 31 അധ്യായം അതിൻ്റെ 15 വാക്യം. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ ഭാവി ഇരിക്കുന്നത്, എൻ്റെ അടുത്ത മണിക്കൂറിൽ ഇരിക്കുന്നത്, എൻ്റെ അടുത്ത മണിക്കൂറുകൾ, അടുത്ത ദിവസങ്ങളിൽ ഇരിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനായിട്ട് ഞാൻ ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് പറയട്ടെ. ഹെരോദാവ് ഭയങ്കര പ്ലാനിലാണ് പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയത്. തൻ്റെ കൂടെ വന്ന യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടപ്പോൾ അവൻ പത്രോസിനെയും പിടിച്ചു. അവൻ ഭയങ്കര പ്ലാനിലാണ് നിൽക്കുന്നത്. ഇന്ന് ഈ വചനത്തിൻ്റെ ആഴത്തിനകത്ത് ഞാൻ കൊണ്ട് വിളിച്ചു പറയുകയാണ്, എന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്നും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഇതുകൊണ്ടൊന്ന് വിളിച്ചു പറയാം, അവരുടെ പ്ലാനുകളല്ല, അവരുടെ ചിന്തയല്ല നിൻ്റെ മുന്നിൽ സംഭവിക്കാൻ പോകുന്നത്. നിൻ്റെ സമയത്തെ തിരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഭയങ്കര ബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ, ഒരസാധാരണമായ വിടുതൽ, ഒരസാധാരണമായ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേളിൽ സംഭവിക്കണമേ അപ്പ. അങ്ങയുടെ കരമൊന്ന് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായിട്ട് വാസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ അങ്ങയുടെ നിറവിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അതേപോലെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ. ഈ വചനമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇരുത്തിയിരിക്കുന്നത്. ഇന്ന് എല്ലാം അവസാനിച്ചെന്നൊക്കെ പറഞ്ഞാലും, ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാലും, നീ കാണാത്തത് എന്തോ ഒന്ന് ഈ മിനിറ്റുകളിൽ ദൈവം നിനക്ക് വേണ്ടി തിരിക്കാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഹാഗാറിൻ്റെ ജീവിതത്തിനകത്ത് ആ ബർശേബ മരുഭൂമിയിൽ തൻ്റെ കുഞ്ഞ് മരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഹാഗാറും ഇശ്മായേലും ആ മരുഭൂമിയിൽ തീരാൻ പോകുന്നത് ലോകം പറയുമ്പോൾ, ഇതാ ആ കുഞ്ഞിൻ്റെ നിലവിളിയിൽ ദൂതൻ വെളിപ്പെട്ടിട്ട് പറയുകയാണ്, ഹാഗാറെ നിനക്കെന്ത്? ബാലൻ്റെ നിലവിളി സ്വർഗം കേട്ടിരിക്കുകയാണ്, ദൈവം കേട്ടിരിക്കുകയാണ്. ഇതാ അവളുടെ കണ്ണിനെ ദൈവം തുറന്നിട്ട് ബർശേബ മരുഭൂമിയിൽ ഒരു ഉറവ വെളിപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, മരുഭൂമിയിൽ വഴിയെ തുറക്കാൻ കഴിയുന്ന, മരുഭൂമിയിൽ പാത തുറക്കാൻ കഴിയുന്ന ഒരു വലിയവനായ ദൈവമാണ് ഇന്ന് ഞാനും നിങ്ങളും വിളിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. യേശയ്യാവ് 43 അധ്യായം അതിൻ്റെ 18 വാക്യം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. യേശയ്യാവ് 43 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. എൻ്റെ കൂടെ ചേർന്ന് ദൈവത്തിന് പുതിയത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയണം. ഈ വാക്യം കൊണ്ട് പറയാൻ പറ്റുന്നവർ പറയണം കേട്ടോ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എൻ്റെ കർത്താവിന് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിന് നിനക്ക് വേണ്ടി ഒരു അത്ഭുത വഴിയെ തുറക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറ. ഇന്ന് ചിലവരെ കണ്ണുനീരെ അവൻ തുറയ്ക്കാൻ പോവുകയാണ്. ഇശ്മായേലിന് വേണ്ടി അല്ലെങ്കിൽ ഹാഗാറിന് വേണ്ടി ആ മരുഭൂമിയിൽ ഉറവ തുറന്നവൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവയെ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ സമയത്ത് ദൈവത്തെ ഒന്ന് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, 430 വർഷമായി ഇസ്രായേൽ മക്കൾ അടിമത്വത്തിലാണ്. ലോകവും ചരിത്രവും പറയുന്നത് 4 ജനറേഷൻ ആകിയാണ്. ഇനി ഒരു മറുപടി എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം വ്യക്തമായി പറഞ്ഞു, നിന്റെ തലമുറയെ 400 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തു കൊണ്ടുവരും. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ ഇതാ നിന്റെ വിടുതലിനെ കുറിച്ച് ചില ദൈവദാസന്മാരോട് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, എൻ്റെ ദൈവത്തിന് നിന്റെ സമയത്തെ തിരിക്കാൻ കഴിയും. ഇതാ 430 വർഷം കഴിയുമ്പോൾ മോശയെ ദൈവം അയക്കുകയാണ്. മോശയോട് ദൈവം പറയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്, അവരുടെ സങ്കടം ഞാൻ അറിഞ്ഞിരിക്കുകയാണ്.
നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് നിൻ്റെ കഷ്ടത കണ്ടു കഴിഞ്ഞു കേട്ടോ. നിൻ്റെ നിലവിളി കേട്ട് കഴിഞ്ഞു. നിൻ്റെ സങ്കടം കണ്ടിരിക്കുകയാണ്. കർത്താവ് നിൻ്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനൊന്ന് വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ. സങ്കീർത്തനം 53 അധ്യായം അതിൻ്റെ 6 വാക്യം, സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നു എങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വരികയാണ്. ഹല്ലേലൂയ. ഇതാ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ പോകുന്നു. നിന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വചനത്തെ ഏറ്റെടുക്കണം. അതാ അവിടെ ഒരു വാക്യം വ്യക്തമായി പറയാണ്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ ചെങ്കടലിൽ ഒരു വഴിയില്ലെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ കരം നീട്ടുമ്പോൾ കിഴക്കൻ കാറ്റുകൊണ്ട് വഴി തുറന്നു. സഡനാണ് അത് തുറക്കുന്നത് കേട്ടോ. ഞാൻ ആത്മാവിൽ ഒന്നുകൂടെന്ന് പറയാം. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവരെല്ലാം കരമടച്ചു. പത്രോസ് മാത്രം കരമടയ്ക്കാതെ നിൽക്കുമ്പോൾ ഇതാ ടാക്സ് കളക്ടർമാർ വന്ന് പത്രോസിനോട് പറയുകയാണ്, നിന്റെ ഗുരു കരമടച്ചിട്ടില്ല. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ കർത്താവ് പറയുന്നു, കടലിലേക്ക് ചെല്ലുക. നീ ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ ഞാൻ നിനക്കും എനിക്കും വേണ്ടിയുള്ള ചതുർധർമ്മ പണം കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കടലിൽ എത്ര മത്സ്യമുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല കേട്ടോ. പക്ഷേ എൻ്റെ കർത്താവ് വ്യക്തമായി നിനക്ക് വേണ്ടി കരുതുമെന്നുള്ളത് ഈ മണിക്കൂറുകൾ നിനക്കുള്ള കരുതലുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നാത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയെന്ന അമ്മ മറിയ പറയുന്നത്. പക്ഷേ അവിടെ പച്ചവെള്ളം കൊണ്ട് അത്ഭുതത്തെ ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു അന്തരീക്ഷം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചലിക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ തീർന്നെന്ന് പറയുന്ന അന്തരീക്ഷത്തെ യേശുവിൻ്റെ വാക്ക് മാറ്റിമറിക്കുകയാണ്. ഇതാ നിങ്ങളുടെ വീട്ടിനകത്തൊരു അന്തരീക്ഷം തിരിയട്ടെ. ആ ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, ആ കെടുതികളുടെ അന്തരീക്ഷം മാറിയിട്ട് വിലാപം നൃത്തമാക്കുന്ന ദൈവത്തിൻ്റെ ആ ഭയങ്കര ചലനത്തിൻ്റെ അന്തരീക്ഷം വെളിപ്പെടുകയാണ്. ആത്മാവിൽ നിന്ന് നൃത്തം ചെയ്ത് ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നൃത്തം ചെയ്ത് ആരാധിക്കുക. എൻ്റെ ദൈവം നിൻ്റെ സ്ഥിതിയെ മാറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതാ ഈ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്ന് യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ചിലവരെ സന്തോഷം ഞാൻ കാണുകയാണ്, ചിലവരെ ആനന്ദം ഞാൻ കാണുകയാണ്. ഇപ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകുമെന്ന് എനിക്ക് കാണാം. എൻ്റെ ദൈവം നിൻ്റെ സമയം തിരിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവെ ഒരാളവിന് മേളിൽ ഇപ്പോൾ ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ ചെയ്യണമേ അപ്പാ. നഷ്ടപ്പെട്ടു പോയതിനെ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയും, 20 ദിവസം കഴിയുകയാണ്. 20 ദിവസം കഴിയുമ്പോൾ അറിയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചോർ നേരിട്ട് കാണാൻ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും നേരിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ആത്മാവിലൊന്ന് ഒരുമിച്ച് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തൃശ്ശൂരിലോ എറണാകുളത്തോ ഹല്ലേലൂയ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഒക്കെ നമ്മുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് വരാൻ പറ്റും. വലിയ വിടുതലുകൾ നടക്കുകയാണ്. നിങ്ങൾ ഒരാൾ പോലും മീറ്റിങ്ങുകൾ മിസ് ചെയ്യരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ആ നിലയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ആ വചനത്തിനകത്തോട്ട് വരികയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 21 വാക്യം, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കിയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവേ, അങ്ങേക്ക് കാലങ്ങളെ മാറ്റാൻ കഴിയും. ചില ഭവനങ്ങളിൽ കാലങ്ങൾ മാറുകയാണ്. ചിലവരെ ജീവിതത്തിനകത്ത് നാളുകളായി വിവാഹം നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഈ വചനത്തെ ഞാൻ വിളിച്ചു പറയാണ്, നിൻ്റെ വീട്ടിലൊരു സീസൺ മാറുകയാണ്. നാളുകളായിട്ടൊരു ഉയർച്ചയില്ല, ജോലി കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ കാണുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാം, നിൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതാ കാലം മാറാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഒരു നന്മയുടെ കാലം, നിനക്ക് വേണ്ടി ഒരു പുഷ്ടിയുടെ കാലം, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ഉല്ലാസത്തിൻ്റെ കാലം ഇതാ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ മഴയുടെയും ഉഷ്ണത്തിൻ്റെയൊക്കെ കാലങ്ങളുണ്ടെങ്കിൽ ഇതാ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കാലം എഴുന്നേൽക്കുകയാണ്. ഇതാ ശത്രുവിനെ ദൈവം നീക്കുന്നു. നിൻ്റെ വിരോധികളെ നിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റുക. ഒന്നുകൂടെ റോയ്പാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിൻ്റെ മുമ്പോട്ടുള്ള വഴിയെ അടച്ച തടസ്സങ്ങൾ ഇതാ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറുകയാണ്. നീ ചില പുതിയ തലങ്ങളിലേക്ക് കാര്യവെക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്കൊരു സന്തോഷത്തിൻ്റെ അനുഭവത്തെ തരിക. കാരണം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം വ്യക്തമായി വായിക്കുമ്പോൾ രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിനക്ക് മറഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങൾ ഇപ്പോൾ അവൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ചില നന്മകൾ നീ കാണാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ പദം ഒന്നുകൂടെ പറയുന്നു, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കിയാൽ ഇന്നു മുതൽ നിങ്ങൾ സമയത്തെ തിരിക്കാൻ എഴുന്നേൽക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ സമയത്തെ തിരിക്കാൻ പറ്റുമെങ്കിൽ ഇതാ
നിന്റെ സമയം തിരിയാൻ പോവുകയാണ്. ഒരുമിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ വിളിച്ചിറക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തൊരു ഉയർച്ച വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാം, നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കാനൊക്കെ തയ്യാറാകണം. കർത്താവിൻ്റെ ഭയങ്കരകരമാണ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുന്നത്. മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടിരുന്നപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റി നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ തിരിച്ച് വേറെ കമ്പനിയിലാണ് കയറിയത്. അവിടെ എന്താണോ നഷ്ടപ്പെട്ടത് അത് തന്നെ ഇച്ചായനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അവർ ഇൻ്റർവ്യൂ നടത്തി. അത് 3 ഇൻ്റർവ്യൂവിലും പാസ്സായി. അതേ പ്രോജക്റ്റ് 2 ഇൻ്റർവ്യൂ പാസ്സായി. അതുകൂടാതെ അപ്രൂവൽ എടുക്കാനുള്ള പെർമിഷൻ കൂടെ ഹസ്ബൻഡിന് കിട്ടി. അങ്ങനെ 3 ഇൻ്റർവ്യൂ ദൈവം എന്ത് പിശാചെന്ന് തട്ടിക്കളഞ്ഞുവോ അതിൽ 10 മടങ്ങ് അധികമായി 3 ഇൻ്റർവ്യൂ പാസ്സായി. ഇന്ന് ഇച്ചായനേക്കാൾ എക്സ്പീരിയൻസും സാലറിയും ഉള്ളവരുടെ സൂപ്പർവൈസറായിട്ട് നിൽക്കാനായിട്ട് ദൈവം കൃപ നൽകി അനുഗ്രഹിച്ച്. യേശുവിന് നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്ററിന് ഒത്തിരി നന്ദി. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ ഇവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഇവർക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കട്ടെ. അപ്പ ഇവരെ കടബാധ്യത ലോൺ അടയ്ക്കാൻ പറ്റാത്ത നിലകളിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി മാനുഷിക നിലയിലല്ലപ്പാ, പത്രോസിന് വേണ്ടി ആ കടലിൽ മീൻ്റെ വായിൽ കരുതിയതുപോലെ കർത്താവിൻ്റെ കരുതലുകൾ ഇവർ കാണട്ടെ. അപ്പ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർ കാണട്ടെ. എൻ്റെ കർത്താവേ, ശിഷ്യന്മാർ ഒന്നും കിട്ടാതെ നിൽക്കുമ്പോൾ വലത് സൈഡിലേക്ക് വലയിറക്കുക, നിന്റെ പടകം നിറയാൻ പോകുന്നു. പെരുത്ത മീൻകൂട്ടം ലഭിക്കുകയും അവർ ആ മീനും വലിച്ച് കരയിൽ കയറുമ്പോൾ അവർ പിടിക്കാത്ത മീനും അപ്പവും കനലിൽ ചുട്ടുവെച്ചിരിക്കുന്നത് പോലെ കാണുകയാണ്. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ കരുതലുകൾ ഇപ്പോൾ തുറക്കുകയാണ്, അങ്ങയുടെ വിടുതലുകൾ ഇപ്പോൾ തുറക്കുകയാണ്. ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും അത് തുറന്നു വരട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. അത്ഭുതവാതിലേക്ക് വരട്ടെ. അത്ഭുത വെളിപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു വിടുതൽ, ഒരു അത്ഭുതം ഇപ്പോൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തികൾ ചലിച്ചതിന് ഞാനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശവും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കണം. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകൾ വിളിക്കുകയും ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണണം. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിക്കുകയാണ്. നിങ്ങൾ സുവിശേഷത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിളിക്കണം, മറ്റുള്ളവരിലേക്ക് നിങ്ങളത് അറിയിക്കണം. ഈ മെസ്സേജ് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ ഈ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ആകുന്നുണ്ട്. നിങ്ങളും അത് ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.